18 നമുക്ക് നമ്മളെക്കാളും വോട്ട് അവർ കിട്ടിയുണ്ട്. പിന്നെ തോക്കേണ്ട വേറെ പറഞ്ഞു അതല്ലേ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയുകയും ചെയ്യും. ഇപ്പം മുഖത്തിന് യാതൊരു തകരാറിപ്പും ഇല്ല. മുഖമെല്ലാം വളരെ മിനുക്കിയ മുഖമായിട്ട്. അല്ല, ഞങ്ങൾ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായതെന്നുള്ളതാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ അപ്പുറം പറഞ്ഞതുപോലെ 19 സീറ്റ് കിട്ടി. അവർക്ക് ഇപ്പുറം 18 കിട്ടിയുള്ളൂ. ഒന്ന് കുറയുക ചെയ്തത് കേട്ട് ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നമെല്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയാനുള്ള കൊണ്ട് പറയാം. അതിനെ ഒന്നിച്ചാണ്ടാകുക എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ എങ്ങനെയാണ് വോട്ടുകാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതാണ് കാര്യം. ഒരു സംശയമില്ല. ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് പോവുകയും ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ശാക്തി ഒന്നും സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞേ. അല്ല, അത് ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് അല്ല, അത്ര വലിയ വർധനമൊന്നും ഉണ്ടായില്ല. 17% വോട്ടാണ് അവർക്ക് കിട്ടിയത്. അതൊരു വലിയ വർധനമൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പോൾ ബി ജെ പിയുടെ പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ബി ജെ പിയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇവിടെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടോ. ആവശ്യമുള്ള കാര്യം ചെയ്യാം. വേണ്ടാതെ ഒരു സങ്കീർണത കേൾക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. അതെ, അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തും. അതിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും. ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ് ഇവിടെ CPM കൂടെ ഭാഗമായിട്ടുള്ള മത്സരം നടന്നിരിക്കുന്നത്. അതൊരു പക്ഷേ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതെല്ലാം പരിശോധിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്.